പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മഹത്വമുള്ളവനായ യേശയ്യാ ദർശനത്തിൽ ദർശിച്ച സ്വർഗീയഗണങ്ങളുടെ ആരാധന ഗീതം അവരോടൊപ്പം ബലഹീനരും പാപികളുമായ ഞങ്ങളും കീർത്തിച്ച് ചൊല്ലുന്നു. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളെ സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിതരെ, 20-ാം സങ്കീർത്തനത്തിൽ നിന്ന് ധ്യാനപൂർവ്വം നമുക്ക് ചിന്തിക്കാം. സൃഷ്ടാവും രാജാവുമായ ദൈവത്തെക്കുറിച്ചാണ് മുഖ്യ പ്രതിപാദ്യ വിഷയം. ചോദ്യവും ഉത്തരവ നിലയിൽ ഗാനപ്രതിഗാനമായി ഗായക സംഘം ആലപിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. ദാവീദ് രാജാവ് സാക്ഷ്യപെട്ടകം ആഘോഷപൂർവ്വം യെരുശലേമിലേക്ക് കൊണ്ടുവന്നതാകാം ഇതിൻ്റെ ചരിത്ര സംഭവം. 2 ശമൂവേൽ 6:12 മുതൽ 19 വരെ പെട്ടകവുമായി സമാഗമന കൂടാരത്തെ സമീപിച്ചപ്പോൾ ഗായക സംഘം ഇത് ആലപിച്ചിരിക്കണം. പഴയ നിയമ ഗ്രീക്ക് പരിഭാഷയിൽ ഈ സങ്കീർത്തനത്തിന് ആഴ്ചവട്ടത്തിന് 1-ാം നാളിലേക്ക് ഉള്ളതെന്ന് തലവാചകം നൽകിയിട്ടുണ്ട്. എന്നാൽ ക്രിസ്തീയ സഭയിൽ മഹത്വത്തിന്റെ രാജാവായ കർത്താവ് ആഘോഷസമുന്നതം സ്വർഗാരോഹണം ചെയ്തത് പ്രതികീർത്തിക്കുന്നതിന് ഇതിനെ വീക്ഷിക്കാം. ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുവാൻ ധാർമ്മിക നിഷ്ഠ പുലർത്തേണ്ടത് ആവശ്യമാണ്. 15-ാം സങ്കീർത്തനത്തെ പോലെ ഇവിടെ 2 ചോദ്യങ്ങൾ ചോദിച്ചതിനു ശേഷം ഉത്തരം പറയുന്നു. 4-ാം വാക്യത്തിൽ വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോടെ നീതിയും പ്രാപിക്കും. ആത്മീയ ജീവിതവും ധാർമ്മികതയും തമ്മിൽ വേർതിരിക്കുവാൻ പാടില്ലാതെ വണ്ണം ബന്ധപ്പെട്ടതാണ്. ദൈവവിശ്വാസം പ്രവൃത്തിയിലും വാക്കിലും പ്രതിഫലിക്കണം. ജീവിത വിശുദ്ധിക്ക് പ്രാധാന്യം കൽപ്പിക്കാതെ മതപരമായ ചടങ്ങുകൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാവുന്നതല്ല. നമ്മുടെ നാഥനും രാജാതിരാജാവുമായ ക്രിസ്തു മഹത്വത്തിന്റെ കർത്താവായി നമ്മുടെ ഹൃദയങ്ങൾ അവരോധിക്കപ്പെടണം. അവിടുന്ന് പാപത്തെയും മരണത്തെയും പാതാളത്തെയും കീഴടക്കി വിജയാളിയാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വെളിപാട് 3:20. തുടക്കത്തിൽ നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ശേഷം യേശയ്യായുടെ അനുതാപവും ഏറ്റുപറച്ചിലും കാണുവാൻ കഴിയും. തുടർന്ന് വിശുദ്ധ കുർബാനയുടെ മുൻകൂറിയായി കുടിലുകൊണ്ട് യാഗപീഠത്തിൽ നിന്ന് തീക്കനലെടുത്ത് യേശയ്യായുടെ അധരങ്ങളെ തൊടുവിക്കുന്നതായിട്ട് നാം കാണുന്നു. അത് തൊട്ടതിനു ശേഷം സെറാഫുകൾ പറയുന്നു, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ പാവങ്ങൾക്ക് പരിഹാരം വന്നിരിക്കുന്നു എന്ന്. അതിനുശേഷമാണ് നാം ആരെ അയക്കും, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന ദൈവിക ശബ്ദം കേൾക്കുവാൻ യേശയ്യായ്ക്ക് അർഹത ലഭിക്കുന്നത്. നാമും ഈ നോമ്പിന്റെ അവസാനത്തിൽ അനുദപിച്ച് കുമ്പസാരിച്ച് കുർബാന അനുഭവിക്കുകയും ദൈവിക സാന്നിധ്യത്തിന്റെ അടുത്തേക്ക് അടുത്തില്ലുകയും യഥാർത്ഥമായ കഷ്ടാനുഭവത്തിൽ സംബന്ധിക്കുകയും ദൈവിക ശബ്ദം കേട്ട് നമ്മുടെ ഹൃദയവാതിൽ അവനായി തുറന്നു കൊടുത്തുകൊണ്ട് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ ദൈവം ഇടവരുത്തട്ടെ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കൃപ അനുഗ്രഹങ്ങളും സദാ നിങ്ങളുടെ മേൽ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.